ഹലോ കൂട്ടുകാരെ, കുഞ്ഞു സന്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാണ്ട് ഇന്നൊരു പുതിയൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ മോളാണ്. ഒപ്പം മോളും കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ കൊഞ്ച് മീനാണ് കേട്ടോ. മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. വറുത്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, അതായത് 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി കുറച്ച് നല്ലതുപോലെ നമുക്ക് പൊട്ട് പച്ചമണം മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, എങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം പൊടികളൊക്കെ നല്ലപോലെ ചൂടായി വന്നു. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിയ ശേഷം നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളികൾ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ മാറട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അത് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തു. അത് മീനിൻ്റെ അളവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ കറി നമുക്ക് പറ്റിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കത്തില്ലേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, നമുക്ക് അവസാനം വേണമെങ്കിൽ ചേർക്കാമല്ലോ. ഞാൻ ഇതിന് വാളംപുളി കേട്ടോ ചേർക്കുന്നത്. ഇതിപ്പം വറുത്തരച്ചിരിക്കുന്നത് വാളംപുളി ചേർക്കുന്നത്. പുളിയും ചേർത്ത് കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തു. കറി ആവശ്യത്തിന് പറ്റിച്ചെടുത്തു. അപ്പോൾ നമ്മളുടെ മീൻകറി റെഡിയായി. അതിനൊപ്പം തന്നെ ഞാൻ കഴിക്കാൻ അമരപ്പയർ വെച്ച് തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയും അമരപ്പയർ തോരനാണ് കേട്ടോ. അപ്പം എൻ്റെ ഉച്ചയ്ക്ക് ഊണിന് പ്രത്യേകിച്ച് വേറെ വിഭവങ്ങളൊന്നുമില്ല, ഈ 2 കറികളുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.